ലണ്ടന്മാർ മണ്ടനിൽ അല്ല, മണ്ടന്മാർ ലണ്ടനിൽ എന്ന കണക്കിൽ അവിടെ എത്തി വിശദീകരിക്കാൻ നിന്നപ്പോൾ ഈ ചെറുചില്ലറ സാധനങ്ങളൊന്നും മതിയാവാത്ത വിധം അവിടെയുള്ള ആളുകൾ വളരെ കൃത്യമായി എവിടെ ഖുർആനിൽ, എവിടെ പ്രവാചക വചനം എന്ന് ചോദിച്ചപ്പോൾ നെറ്റ് കിട്ടാതെ അവിടെ നിന്ന് മാറി വീണ്ടും മലയാളി ഓഡിയൻസിനായി അദ്ദേഹത്തിൻ്റെ ശരാശരി നിലവാരത്തിലുള്ള പോസ്റ്റുകളിട്ട് ആഹ്ലാദപൂർവ്വം ആവേശപൂർവ്വം ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ചില കാരണങ്ങളാണെന്നും ഇവൻ ഫിറഔനെ പോലെ നടന്ന് ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി വലിയ ഗുണകരമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അഭിപ്രായപ്പെട്ട എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ രംഗത്ത് വരികയുണ്ടായി. ഞാനിതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഈ നമ്മുടെ സമുദായ സംഘടനകൾ നടത്തുന്ന തൗഹീദി പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായി ആരിഫിനെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. കാരണം വിമർശനങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നതും വായിക്കുന്നതുമല്ല. അതുപോലെ അഭിപ്രായം പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ആ വാചകം തന്നെ അങ്ങ് കേൾക്കാം. കാരണം അദ്ദേഹമാണല്ലോ അതിൻ്റെ ഓണർ. അതുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഗതി എന്താ വെച്ചാല്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് അള്ളാഹു ഫിറഔനെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ കാരണമാക്കിയിട്ടുണ്ട്. ആ ഫിറഔന്റെ റോളാണ് ഇപ്പൊ ആരിഫ് ഹുസൈൻ നിർവഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൂസാ നബി ഒരു മജീഷ്യൻ ആണെന്ന് ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുകയും മൂസാ നബി എന്ത് വലിയ മാജിക് കാണിച്ചാലും അതിനേക്കാളും വലിയ മജീഷ്യന്മാരെ കൊണ്ട് അതിനെ തകർക്കുമെന്നുള്ള ധാരണയിലാണ് ഇന്ത്യ എന്നുൾപ്പെടെ ചരിത്രം പറയുന്നത്. ഇന്ത്യ എന്നുൾപ്പെടെയുള്ള മജീഷ്യന്മാരെ അന്ന് ഈജിപ്തിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. അതാണ് വലിയൊരു വേദി ഒരുക്കി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തപ്രകാരം വഹി മുഖേന ഓരോ കാര്യങ്ങൾ കാണിക്കുകയും അത് കണ്ട് അത് കേവലം കൺകെട്ട് വിദ്യയല്ല എന്ന് മനസ്സിലാക്കി ആ ഇന്ത്യയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ആളുകളെ ഇസ്ലാം സ്വീകരിച്ച് മൂസാ നബിയുടെ അനുയായികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് മൂസാ നബിനെ തോൽപ്പിക്കാനാണ് പറവ അവരൊക്കെ അത്രയും മെനക്കെട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയായിരിക്കും ഇതില് ലോകത്തിന് സംഭവിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഒരാൾ പറഞ്ഞത്, നമ്മുടെ സുഹൃത്താണ്. പിന്നെ നമ്മുടെ ബദരി ഉസ്താദ്, അദ്ദേഹം വളരെ വ്യത്യസ്തമായി കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന നല്ല പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഈ നടക്കുന്ന ചർച്ചകളുടെ ചില ക്ലിപ്പുകൾ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കേണ്ടതാണ്. അതും ഇതിൻ്റെ മറ്റൊരു വാദമാണ്. ഷറഹുൽ മുഹദ്ദബൊക്കെ വായിച്ചാൽ, മുത്താല ചെയ്താൽ അത് മനസ്സിലാവും എന്ന് തെളിയിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് മൂപ്പര് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മൂപ്പര് മാത്രമല്ല, ഇതുപോലെ ഇറങ്ങിയിട്ടുള്ള പല എണ്ണങ്ങളുടെ അവസ്ഥ ഇതാണ്. ഈ വിഷയത്തിൻ്റെ കാതൽ എന്താണെന്നോ കാമ്പ് എന്താണെന്നോ അവർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇത് ഏത് തലത്തിലാണ്, ഏത് നിലവാരത്തിലാണ് ഈ വിവാദം ഉയർന്നു വന്നിട്ടുള്ളതെന്നും ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. അവര് ഇതിലൂടെ ശ്രമിക്കും. ഇവിടെ മദ്ഹബിനെതിരായിട്ടുള്ള എന്തോ ഒരു പടപ്പുറപ്പാട് ആരോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മദ്ഹബ് തഖ്ലീദ് ചെയ്യണ്ട എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മറ്റേ ബ്രിട്ടനിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആ ഹമുക്കിനെ ആരൊക്കെയോ ചട്ടം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് വകവെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രതിരോധിക്കണം. അതുകൊണ്ട് സ്വന്തം മദ്ഹബ് സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ്. അതാണ് ഈത്തുങ്ങളുടെയൊക്കെ ലെവല് എന്ന് പറയുന്നത്. പിന്നെ പടച്ചതമ്പുരാൻ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം. ഈ വായകൾ കൊണ്ട് അള്ളാഹിൻ്റെ നൂറിനെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുണ്ടല്ലോ, അഹും എന്നുള്ള ലമീർ മടങ്ങണത് ഈ ഹാർപ്പിക്കിലേക്ക് മാത്രമൊന്നുമല്ല. ഇതുപോലെ അനവസരത്തിൽ അനർഹമായ രീതിയിൽ അസ്ഥാനത്ത് മദ്ഹബിൻ്റെ പാളക്കിത്താവും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഇതുപോലത്തെ ശൈത്താന്മാരും കൂടിയാണ്. അവർ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അതാണ് അവർ ചെയ്യണത്.
കാരണം അവർ ദീനീ സേവനത്തിൻ്റെ പേരിൽ സേവനമല്ല, ദീനിന് വേദനയാണ് നൽകുന്നത്. അത് ആർക്ക് മനസ്സിലാവും, എപ്പോൾ മനസ്സിലാവും എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായില്ല. എന്നാലും നമ്മൾ സമാധാനിക്കുന്നു. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അതിവിടെ സംഭവിക്കും. വല്ലാഹി ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ ബിഇസ്സി അസീസിൻ വബിദുല്ലി ദലീലിൻ. ആ ദലീലിന് ദുല്ല് തന്നെ കിട്ടും. അത് മദ്ഹബിനെ സംരക്ഷിക്കാൻ എന്ന നാട്യത്തിൽ വരുന്ന ഈ പൈശാചിക കലാകാരന്മാരുണ്ടല്ലോ, അവരാണെങ്കിലും ശരി, ഹാർപ്പിക്കുമാരാണെങ്കിലും ശരി, ആ ദലീലിനൊക്കെ ദില്ലത്ത് തന്നെ ഇൻഷാ അല്ലാഹ് കിട്ടും. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രോജ്വലമായി ശോഭയോടുകൂടി നിലനിൽക്കുകയും ചെയ്യും. അതാണിപ്പോൾ പറയാനുള്ളത്. ബാക്കിയെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ്. കേട്ടല്ലോ, ഇതാണ് ഉസ്താദിൻ്റെ അഭിപ്രായം. എന്നാൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇനി ഓരോരുത്തരത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി മറ്റേ സംഘടന അതിനെ പണ്ഡിതനായിട്ട് അംഗീകരിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സജീർ ബുഖാരി. അദ്ദേഹവും ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണ കുറിപ്പ് പോലെ ഇറക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ സഹപ്രവർത്തകൻ ഫസിൽ അഹമ്മദ് അതിൻ്റെ ആ കുറിപ്പ് നിങ്ങളോട് കേൾപ്പിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കാം. അവിഹിത ബന്ധത്തിൽ പിറന്നവളെ ജന്മം നൽകിയവന് തന്നെ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുമതി നൽകുന്നു എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഒരു തരത്തിലുള്ള അവിഹിത ബന്ധവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അവിഹിത ബന്ധത്തിൽ പിറന്നവരെ വിവാഹം ചെയ്യാൻ അവരുടെ ബയോളജിക്കലായ പിതാവിന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ ഐക്യം ഉണ്ടെന്നുവരെ ഇമാം ഇബ്നു ഖുദാമ തൻ്റെ അൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അപരാധം കറാഹത്തായിട്ടാണ് പരിഗണിക്കുന്നത്. പ്രബലമല്ലാത്ത വീക്ഷണത്തിലും മറ്റ് മദ്ഹബുകളിലും കുറ്റകരമായ അപരാധം ഹറാം എന്നാണ് വിധി. കറാഹത്താണ് എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിവാഹം ചെയ്യാം എന്നതല്ല. പ്രത്യുത അങ്ങനെയൊരു വിവാഹം നടന്നാൽ അതിനെ സംബന്ധിച്ച് ശറഈ നിയമമായ നിരോധനത്തിന് ആസ്പദമായി ഉന്നയിക്കുന്ന തെളിവ് ഹറാം വിധിക്കാൻ മാത്രം ശക്തമാണോ അല്ലേ എന്ന സാങ്കേതിക അഭിപ്രായ വ്യത്യാസം മാത്രമാണ് എന്നതത്രേ. നിയമപരമായ ചില പ്രത്യേക സാധ്യതകളിൽ ഈ അഭിപ്രായ വ്യത്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിഹിത മാർഗത്തിൽ പിറന്ന ഒരുവളുമായി പരസ്യമായി ഒരുമിച്ചുള്ള ജീവിതം നയിക്കുകയും ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന പക്ഷം വ്യഭിചാരം എന്ന കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ ശിക്ഷാ നിയമം അനുസരിച്ച് അയാൾ വിവാഹിതനാണെങ്കിൽ വധശിക്ഷയും അല്ലെങ്കിൽ 100 അടിയും കിട്ടുന്ന ഗൗരവതരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അവിടെ അവർ തമ്മിൽ വിവാഹം നടന്നാലും അതിന് നിയമപരമായ സാധുതയോ സാധ്യതയോ നിലനിൽക്കുന്നില്ല. എന്നാൽ ഏതു കുറ്റകൃത്യത്തിലും ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് കുറ്റാരോപിതനായ വ്യക്തിക്ക് ശിക്ഷ ഒഴിവാകുന്നതിനുള്ള നിയമപരമായ പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. വധശിക്ഷ നടപ്പാക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ വിശേഷിച്ചു കർമ്മശാസ്ത്ര നിയമത്തിലെ അടിസ്ഥാന തത്വങ്ങളെ ആധാരമാക്കിയാണ് ഇസ്ലാമിക കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാമിൽ ഒരാൾ മറ്റൊരാളെ വിവാഹം ചെയ്യുമ്പോൾ അവർ വിവാഹബന്ധം ഹറാമായവർ ആകാൻ പാടില്ല. നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള വിവാഹബന്ധങ്ങളിലൂടെ അല്ലാതെ ലൈംഗികമായ ഒരു ബന്ധവും അനുവദിക്കപ്പെട്ടിട്ടില്ല. അത്തരം അവിഹിത ബന്ധങ്ങളിൽ സന്താനങ്ങളുണ്ടായാൽ നിയമപരമായ വംശാവലി പിതൃത്വം സ്ഥിരീകരിക്കപ്പെടുകയില്ല. അൽ വലദു ലിൽ ഫിറാഷി, കുട്ടി നിയമപരമായ ഭർത്താവിനുള്ളതാണ്, ബുഖാരി മുസ്ലിം എന്ന ഹദീസിനെ ആധാരമാക്കിയാണ് ഈ നിയമം. നിയമപരമായി പിതൃത്വം സ്ഥിരപ്പെടുത്താത്തതിനാൽ വിവാഹം ഹറാമാക്കുന്ന മഹ്റം എന്ന പദവി ഇവിടെ ഉണ്ടാകുന്നില്ല. ബയോളജിക്കലി അയാളുടെ മക്കളാണെന്ന് പറഞ്ഞാൽ പോലും നിയമപരമായി അയാളുടെ സ്വത്തിന് അവർക്ക് അവകാശമില്ലാതെയാകും. ഇത് വൈകാരികമായി ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും കുടുംബ വ്യവസ്ഥയുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുക, അവിഹിത ബന്ധങ്ങൾക്ക് ഇസ്ലാം യാതൊരുവിധ നിയമപരമായ പരിഗണനയും നൽകുകയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വിധിയിലൂടെ നൽകുന്നത്. വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയെ അയാളുടെ മകളായി അംഗീകരിച്ചാൽ അത് ആ അവിഹിത ബന്ധത്തിന് ഭാഗികമായെങ്കിലും ഒരു നിയമസാധുത നൽകലായി മാറും. പാപത്തെ പൂർണ്ണമായും തിരസ്കരിക്കുകയാണ് ദീൻ ചെയ്യുന്നത്. കർമ്മശാസ്ത്രത്തിൽ നിക്കാഹ്
നസബ്, മഹറം എന്നതൊക്കെ സാങ്കേതിക പദാവലികളാണ്. നിക്കാഹ് അഥവാ വിവാഹബന്ധം ഏതു വിധത്തിലായിരിക്കണം എന്ന് നിർവചിക്കുന്ന ശരീഅത്ത് തന്നെ ആരാണ് മഹറം, എപ്പോഴാണ് പിതൃത്വം സ്ഥിരപ്പെടുത്തുന്നത് എന്ന കാര്യങ്ങളും ഉചിതമായി നിർവചിച്ചിട്ടുണ്ട്. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈനംദിന ജീവിതത്തിലെ സാഹചര്യപരമായ സാധ്യതകളുടെ നിയമസാധുത നോക്കിക്കാണുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുപോലെ ഒരാൾ അവിഹിത ബന്ധത്തിൽ തനിക്ക് തന്നെ പിറന്ന ഒരുവളുമായി വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുകയും അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാനുള്ള സാങ്കല്പികമായ സാധ്യത ഉണ്ടല്ലോ. അവൾ തനിക്ക് അവിഹിതത്തിൽ പിറന്ന മകളാണെന്ന മുൻധാരണയോട് കൂടിയോ അല്ലാതെയോ ഇത് സംഭവിക്കാം. ഇത്തരം സാഹചര്യത്തിൽ എന്തു നിയമം നടപ്പിൽ വരുത്തണമെന്ന ആലോചന സ്വാഭാവികമാണ്. ഹറാം ആണെന്നും വ്യഭിചാരമാണെന്നും വിധി കൽപ്പിച്ചാൽ വ്യഭിചാരിക്ക് ബാധകമായ വധം അല്ലെങ്കിൽ 100 അടി ശിക്ഷയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കണം. നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ഇണ അദ്ദേഹത്തിൻ്റെ തന്നെ മകളാണ് എന്ന് നിയമപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ അവരുമായുള്ള പ്രസ്തുത വിവാഹബന്ധം കട്ടായം ഹറാമാണ് എന്നതിൻ്റെ തെളിവുകൾ പൂർണ്ണമല്ലെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കുന്നത് അന്യായമാവുകയും അകാരണമായി ഒരാളെ ശിക്ഷിക്കലാവുകയും ചെയ്യും. ചെയ്യാൻ പാടില്ലാത്ത അപരാധം കറാഹത്ത് എന്ന് വിധി പറയുന്നത് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണമാകുമെങ്കിലും സാങ്കേതികമായി വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അഹിതമായി ഒരു ജീവനും ഹനിക്കപ്പെടരുത് എന്ന താൽപ്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഇദ്ദേഹം നേരത്തെ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ കുറ്റകൃത്യം നടത്തിയ സമയത്ത് അദ്ദേഹം വിവാഹിതനാണോ അല്ലേ എന്നതിനെ ആസ്പദമാക്കിയുള്ള ശിക്ഷയ്ക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വരും. 2, ഇപ്പോൾ നിയമപരമായി നടത്തിയ നിക്കാഹിലെ ഇണ ബയോളജിക്കലി അയാളുടെ മകൾ തന്നെയാണെങ്കിലും അതിലുണ്ടാവുന്ന സന്താനങ്ങൾ നിയമപരമായും ബയോളജിക്കലായും അയാളുടേത് തന്നെയായി പരിഗണിക്കപ്പെടും. അയാളുടെ സ്വത്തുവകകൾക്ക് അവകാശിയാവുന്നത് ഉൾപ്പെടെ പിതാവിനും മക്കൾക്കുമിടയിൽ ബാധകമായ എല്ലാ നിയമങ്ങൾക്കും അവകാശങ്ങൾക്കും, അതായത് അഹ്കാമുൽ അൻസാബ്, അവരും ബാധ്യസ്ഥരും അർഹരുമാകും. സാഹചര്യവശാൽ അവിഹിതത്തിൽ ഒരു സന്താനം ഉണ്ടായാൽ അതിനോടുള്ള സമീപനവും നീതിപൂർവമായിരിക്കണം എന്നും നിർദ്ദേശമുണ്ട്. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മാതാപിതാക്കൾ ചെയ്ത പാപത്തിൽ യാതൊരു പങ്കും ആ കുട്ടിക്കില്ല. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 164 സൂക്തത്തിൽ പറഞ്ഞതുപോലെ പാപം ചുമക്കുന്ന യാതൊരുവനും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. ജന്മം നൽകിയ മാതാവിലേക്കും അവരുടെ കുടുംബത്തിലേക്കുമാണ് വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി നിയമപരമായി ചേർക്കപ്പെടുക. ഇത് നിയമപ്രകാരം സാധുവാണ്. അതുവഴി വിവാഹബന്ധം നിഷിദ്ധമാക്കൽ, രക്തബന്ധമുള്ളവരായി മാറൽ, ശരീഅത്ത് പ്രകാരമുള്ള സംരക്ഷണ ചുമതല, അനന്തരാവകാശം തുടങ്ങി ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് മാതാവിനോടുള്ള എല്ലാ അവകാശങ്ങളും നിയമങ്ങളും ബാധകമാകും. ബുഖാരിയിലും മുസ്ലിമിലും നിവേദനം ചെയ്ത മുലാനത്തിൻ്റെ, അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം ശാപപ്രാർത്ഥന നടത്തി ബന്ധം വേർപ്പെടുത്തുന്ന സംഭവം ചരിത്രത്തിൽ ഇപ്രകാരം കാണാം. ആ കുട്ടി മാതാവിലേക്ക് ചേർത്ത് വിളിക്കപ്പെട്ടു. പിന്നീട് വന്ന പ്രവാചകചര്യ അഥവാ സുന്നത്ത് പ്രകാരം ആ കുട്ടി മാതാവിൻ്റെ സ്വത്തിന് അവകാശിയാവുകയും അള്ളാഹു നിശ്ചയിച്ച ഓഹരി പ്രകാരം മാതാവ് ആ കുട്ടിയുടെ സ്വത്തിന് അവകാശിയാവുകയും ചെയ്തു. ഇമാം നവവി പറഞ്ഞു, ഇത്തരം കുട്ടിയും അവൻ്റെ മാതാവും തമ്മിലും അതുപോലെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിശ്ചിത ഓഹരിക്ക് അവകാശികളായവരുമായും അഥവാ അസ്ഹാബുൽ ഫുറൂദ് പരസ്പരം സ്വത്തവകാശം അഥവാ അനന്തരാവകാശം നിലനിൽക്കും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന യോജിച്ചിരിക്കുന്നു. മാതാവിൻ്റെ വഴിക്കുള്ള അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മാതാവിൻ്റെ ഉമ്മയും വല്യുമ്മയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഫത്വൽ മുൻഅം 6/158. ചുരുക്കത്തിൽ സ്വന്തം ചോരയിൽ പിറന്ന മകളെ കെട്ടാൻ പറയുന്ന മതം എന്ന് ഇമോഷണൽ ആവുന്നതിനു പകരം ഇപ്പോഴേ ഇക്കളിക്ക് മുതിർന്നാൽ എൻ്റെ ചോരയിൽ പിറന്നതിന് തറവാട്ടിൽ പിറന്നത് എന്ന് പറയാൻ പറ്റാതായി പോകും എന്ന് വികാരപ്പെടുക. അമ്മയാണോ പെങ്ങളാണോ എന്ന വേർതിരിവില്ലാതെ ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ബയോളജിക്കലായ താൽപ്പര്യമാണെന്നും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്നും കൊട്ടിഘോഷിക്കുന്നവർ ഈ നിയമത്തെക്കുറിച്ചോർത്ത് പൊഴിക്കുന്നത് കണ്ണീരല്ല, മുതലക്കണ്ണീരാണ്. കേട്ടല്ലോ, അങ്ങനെ വളരെ സജീവമായ ആംഗിളുകളിലേക്ക് ഈ ചർച്ച പോവുകയാണ്. ആ ചർച്ചയെ അങ്ങനെ കൊണ്ടുപോകുന്നതിന് പകരം
എങ്ങനെയെങ്കിലും തൻ്റെ ഓഡിയൻസിന് തൃപ്തികരമായ ഭാഷയിലും ശൈലിയിലും ഇതിനെ എഴുതാൻ വേണ്ടി പൂശി, വാപ്പ മകളെ പൂശി, ഉമ്മായ മകൻ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന നമ്മുടെ ആരിഫിൻ്റെ നിലവാരത്തിലുള്ള ചില സംഗതികൾ ഇറക്കി വിട്ട് പുള്ളി അതിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പുള്ളി അങ്ങോട്ട് തിരിക്കാതെ ഈ ചർച്ചയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നതാണ് പുള്ളിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല പണിഷ്മെൻറ്റ്.